ഹലോ ഫ്രണ്ട്സ്, അളിയൻ പൊരിച്ചടുക്കി കുക്കിംഗ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഈവനിങ് സ്നാക്സ് ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ വട ഉണ്ടാക്കിയിരിക്കുന്നത് സാബൂദാന, മലയാളത്തിലാണെങ്കിൽ സാവല്ലരി, ചൊവ്വരി എന്നൊക്കെ പറയും. സ്നാക്സ് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഏതാണ്ട് 250 ഗ്രാം സാബൂദാനയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒരു പ്രാവശ്യം കഴുകാം. കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു 5 മണിക്കൂർ വെക്കണം. ഈ സാവല്ലരി ശരിക്കും ഈ നോർത്ത് ഇന്ത്യൻസ് നവരാത്രി ടൈമിൽ ഫാസ്റ്റിങ്ങിന് കഴിക്കുന്ന ഒരു ആഹാരമാണ്. അതുപോലെ തന്നെ ഈ സാവല്ലരി ഉണ്ടാക്കുന്നതും നമ്മുടെ ഫേവറേറ്റ് ആഹാരമായ കപ്പയുടെ സ്റ്റാർച്ചിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഐറ്റം എല്ലാ മലയാളികൾക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 250 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 കപ്പ് സാബൂദാന ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 3-3.5 കപ്പ് നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിനെ 5 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഇതിനെ സോക്ക് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ബാക്കി എന്തോരം വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റി കളഞ്ഞിട്ട് അതിനെ നമുക്ക് ഡ്രൈ ആയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതുണ്ടാക്കാനുള്ള അടുത്ത ചേരുവകളിലേക്ക് പോകാം. ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങ്, അതൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത്, പിന്നെ ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതുകൂടാതെ നമുക്ക് മല്ലിയുടെ ഇല കുറച്ച് വേണം. പിന്നെ മല്ലിയുടെ ഇല കഴിഞ്ഞ് പിന്നെ നമുക്ക് മുളക്, ഇതിൽ ഞാൻ 4 മുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവിനനുസരിച്ച് നമുക്കത് കൂട്ടാം. പിന്നെ ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി അപ്പത്തിനൊക്കെ പൊടിച്ച അരിപ്പൊടി, അതൊരു 6-7 സ്പൂൺ. പിന്നെ ഉപ്പ് പാകത്തിന്, പിന്നെ ചില്ലി ഫ്ലേക്സ് എരിവിന് അനുയോജ്യമായി നമുക്ക് ചില്ലി ഫ്ലേക്സും ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് നമുക്ക് ചതയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചതയ്ക്കണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പാർട്ടിക്കിൾസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അത് കാരണം നമുക്ക് വട ഉണ്ടാക്കുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആകണം. അതുകൊണ്ടാണ് നന്നായിട്ട് ചതയ്ക്കാൻ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് മെഷ് ചെയ്ത ആലു, അതായത് മെഷ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഞാൻ ആദ്യം ഇതിലേക്ക് ചേർക്കുകയാണ്. കാരണം ഇതിൻ്റെ മിക്സിങ് വളരെ നന്നാവണം. മിക്സിങ് വളരെ നന്നായ വടയും അതുപോലെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ബാക്കി കട്ട് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് മല്ലിയില, മുളക്, ഇഞ്ചി, സവോള, അപ്പോൾ ഇതെല്ലാം കൂടി ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ ചില്ലി ഫ്ലേക്സ് എരിവ് പാകത്തിന് ഇടാം. അതുപോലെ തന്നെ ഉപ്പും അതുപോലെ പാകത്തിന്. ഇപ്പോൾ ഞാൻ ഇട്ടുന്നത് ഒരു 2-3 സ്പൂണിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അരിപ്പൊടി എന്തായാലും ഇപ്പോൾ ഇടണ്ട. ഇപ്പം തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനിയാണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത്. അരിപ്പൊടി ഞാനിപ്പോൾ ഒരു 6-7 സ്പൂണ് ഞാനിതിലിട്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരു ക്രിസ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിടുന്നത്, അതുപോലെ തന്നെ ബൈൻഡിങ് പർപ്പസിനും. നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് അരിപ്പൊടി വിതറാം, കാരണം ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വട ഉണ്ടാക്കുന്നതിന് മുമ്പ്. നമുക്ക് കൈകളൊക്കെ ഒന്ന് നനച്ച് നമുക്ക് ഈ മിക്സ്ചർ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ശരിക്കും ഒരു ഉരുളയായിട്ടെടുത്തിട്ട് അതിനെ ശരിക്കും ഒന്ന് പ്രസ് ചെയ്യുക. 2 കൈയും വെച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഏതാണ്ട് നമ്മുടെ പരിപ്പ് വടയൊക്കെ പോലെ തന്നെ പ്രസ് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിൽ. അങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വറുക്കുന്നതിന് മുമ്പ്. നെക്സ്റ്റ് നമുക്ക് ഇതിനെ ഡീപ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചട്ടി വയ്ക്കുക. ചീനച്ചട്ടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ചൂടായി കഴിഞ്ഞു ഏതാണ്ട്. അപ്പോൾ ചൂടായി കഴിഞ്ഞ് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു. ഓയിൽ അത്ര
അത്ര അധികം, അതായത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പകുതി മുങ്ങിക്കിടന്നാലും അത് ഫ്രൈ ആവും. അപ്പോൾ അത്ര എണ്ണ കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമേ ഇതിൽ വറക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വട തിരിച്ചിടുമ്പോഴും നന്നായിട്ട് അടിഭാഗം നല്ല ചൂടായതിന് ശേഷം മാത്രമേ തിരിച്ചിടാനും പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ വടയുടെ കറ ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ നമ്മുടെ ഏതാണ്ട് റെഡിയായി. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഇത് സോസിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വളരെ ഡിലിഷ്യസ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി ഞാൻ ഇനിയും വരാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്.